ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലത്തെ മാത്രമല്ല, തോട്ടമുണ്ട്, ഞങ്ങൾക്ക് വലിയൊരു തോട്ടമുണ്ട്. അപ്പോൾ ആ തോട്ടത്തിലത്തെ വിളവെടുപ്പും കൂടി എടുക്കുകയാണ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിൽ കൂവ, മാങ്ങ, ഇഞ്ചി, മഞ്ഞൾ അങ്ങനെ പലവിധ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇപ്പോൾ ഞങ്ങൾ തോട്ടത്തിലെത്തിയിട്ടുണ്ട്. തോട്ടം എൻ്റെ വീട്ടിലത്തെ തോട്ടമല്ല, തോട്ടം വേറെ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിവിടെ കിളച്ചിട്ട് മഞ്ഞൾ, കൂവ, ഇഞ്ചി, അജാതി സാധനങ്ങളൊക്കെ പെറുക്കുകയാണ്. കൂടെ അടയ്ക്കുണ്ടായിരുന്നു, സോ ഞങ്ങൾ അതും കൂടിയും പെറുക്കാൻ തുടങ്ങി. ഈ രാവിലെ തന്നെ തോട്ടത്തിൽ പോകാൻ വരുമ്പോൾ ഭയങ്കര ഫീലാണ്. അവിടുത്തെ കാറ്റും ഫ്രഷ് എയർ വിത്ത് സൺലൈറ്റ്, സെറ്റ് വൈബാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇഞ്ചി, മഞ്ഞൾ, കൂവ, അതുപോലെ അടക്ക ഒക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. അടക്ക ഒരു 5 ചാക്കോളം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലത്തെ തോട്ടത്തിലത്തെ പണിയാണ്. അപ്പോൾ ഇപ്പോൾ കളച്ചുകൊണ്ടിരിക്കുന്നത് ചേമ്പാണ്. ഞങ്ങൾ ചേമ്പ് ഭയങ്കര ആവേശത്തിലാണ് കളച്ച് പറിച്ചെടുത്തിരുന്നത്. പക്ഷേ പറിച്ച് നോക്കുമ്പോൾ ആ ഒരു ആവേശം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ദുഃഖകരമായിരുന്നു. കാരണം അതിൻ്റെ പാതിയോളം, ആ ചേമ്പിൻ്റെ പാതിയോളം എലി കൊണ്ടേക്കണം, എലിൻ്റെ വയറ്റിലാക്കിക്കണം. അപ്പോൾ ഉമ്മ പറഞ്ഞ് എലിയും കഴിച്ചട്ടെ, എലിക്കും വേണ്ട ജീവിക്കാനും. എന്തായാലും ഞങ്ങളത് പൊരുത്തപ്പെട്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അടുത്തത് കളച്ചു നോക്കി. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ വിചാരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും വെച്ച് സന്തുഷ്ടരായി ഞങ്ങൾ അടുത്ത പണിക്ക് പോയി. ഇപ്പോൾ ഞങ്ങൾ നിലവിൽ എല്ലാ ചേമ്പും കളച്ച് മറിച്ച് എടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കളച്ചുകൊണ്ടിരിക്കുന്നത് കാവത്ത് കിട്ടാനാണ്. കുറച്ചൊന്ന് പണിയുണ്ട് കാവത്ത് കിട്ടണമെങ്കിൽ. പക്ഷേ സംഭവം ഭയങ്കര ടേസ്റ്റി കേട്ടോ. പലർക്കും ഈ കാവത്ത് എന്താ സംഭവം എന്നറിയില്ല. ഇതിന് വേറെന്തോ പേരുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ കാവത്ത് എന്നാണ് പറയുക, കാരണം എനിക്ക് ആ ഒരു പേര് മാത്രമേ അറിയത്തുള്ളൂ. ഇത് കുഴിച്ചിട്ടത് മുതൽ പറിച്ചെടുക്കണത് വരെ ഒരു ആകാംക്ഷയാണ്. പറിച്ചെടുക്കണ ദിവസം ഭയങ്കര മിസ്റ്ററീസാവും. കാരണം ഇതിൻ്റെ അടിയിൽ എത്ര വലിപ്പം ഉണ്ടാവും, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് അതിൻ്റെ വലിപ്പം എന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്.
പിന്നെ ഈ പൊട്ടിക്കണത് ബുഷ് ഓറഞ്ചാണ്. സംഭവം കാണാൻ നല്ല രസമുണ്ട്, നല്ല ചന്തമുണ്ടെങ്കിലും ഇത് കഴിക്കുമ്പോൾ ഭയങ്കര പുളിയാണ്. ഈ പുളി തന്നെ ജ്യൂസ് അടിക്കാൻ വേറെ ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഈ കുടഞ്ഞെടുക്കുന്നത് മാങ്ങാഞ്ചിയാണ്. ചില നാട്ടിൽ ഇഞ്ചി മാങ്ങ എന്നും പറയാം, ചില നാട്ടിൽ മാങ്ങാഞ്ചി എന്നും പറയും. ഞങ്ങളിവിടെ മാങ്ങാഞ്ചി എന്നാ പറയാ. ഇത് സംഭവം എന്തിനാ ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല, പക്ഷെ ഉമ്മ പറഞ്ഞത് അച്ചാറിടാനൊക്കെ ഉപയോഗിക്കാന്ന്. പിന്നെ ഇത് അനദർ വെറൈറ്റി ചേമ്പ്, അതായത് പാൽ ചേമ്പ്. കടയിലൊക്കെ പാൽ ചേമ്പ് എന്ന് പറഞ്ഞിട്ടാ കിട്ടാതെ തോന്നുന്നുണ്ട്. ഇത് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, വെറുതെ വേവിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം, അതായത് നമ്മളോട് എന്തെങ്കിലും കുഴിച്ചിടാൻ പറയാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തായാലും ഒരു സ്നേഹം കൊണ്ട് നമ്മളത് കൊണ്ടുപോയി കുഴിച്ചിട്ട് പിന്നെ ഒരു കാലത്ത് അതിൻ്റെ വിളവെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് എനിക്ക് സംഭവം കുഴിച്ചിടാനൊക്കെ നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇമ്മ കുഴിച്ചിട്ടതും ഉമ്മാൻ്റെ കൃഷിയൊക്കെ കണ്ട് എനിക്ക് പുതിയെന്ന് ഞാൻ ചെയ്ത് അപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീല് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ കൃഷി ചെയ്യാം. നമ്മൾക്ക് ഇങ്ങനെ അവസാനം ഇല്ലാത്ത സന്തോഷം എന്ന് പറയാന്ന് വെച്ചാൽ ഈ കൃഷിയുടെ സന്തോഷം തന്നെ ഉണ്ടാവുക. പിന്നെ ഇതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുക നമ്മൾ ചെയ്തതെന്ന് കിട്ടിയ ഗുണം അത് നമ്മൾ വേറൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ്. അതായത് നമ്മൾ ഇത് വിളവെടുത്ത് ഇതിന് നമുക്ക് കിട്ടുന്നതിൻ്റെ പാതി അല്ലെങ്കിൽ 3/4 ഭാഗം നമ്മളെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണാൻ ഒരു സന്തോഷം, അതും വേറൊരു ഫീലാണ്. എനിക്കിതിനെ കൃഷിനെ പറ്റിയിട്ട് അറിയാമായിരുന്നു, പക്ഷെ ഞാനതിലേക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് ഈ എക്സാമിന് പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ സേവ് ട്രീസ്, ഡു നോട്ട് കട്ട് ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ സ്വന്തമായിട്ട് കൃഷിക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉമ്മ ടയേർഡായിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് പോയി ചെടി നനച്ചു കൊടുക്കും, അത്ര തന്നെ. നമ്മൾ ആ ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ആത്മാർത്ഥത കിട്ടണം എന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റേ അല്ലാതെ തന്നെ നമ്മൾ കൃഷി ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു മരം നമുക്ക് പിന്നീടൊരു കാലത്ത് അതൊരു ഗുണമാവണം, അങ്ങനത്തെ ഒരു മരമോ ചെടിയോ നടണം. എന്നിട്ട് അതിന് നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് ബാക്കി വേറെ എന്തിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പി ആയിരിക്കും അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് കൂവ, ചേമ്പ്, പാൽച്ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ
എല്ലാ സാധനങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക. ഞങ്ങൾക്ക് ഇത്ര വിളവെടുപ്പ് കിട്ടി ഇത്രത്തോളം സാധനങ്ങൾ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നിങ്ങളും ഇതുപോലെ കൃഷി ചെയ്യണം എന്നൊരു സന്ദേശം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരണ വരെ ബൈ.